ഈ വൃത്തികെട്ടവന്മാരൊക്കെ ചില ഉണ്ണികളൊക്കെ ഇന്നലെ വീഡിയോ ഇട്ട് വിജയരാജനെതിരെയൊക്കെ ഇതുപോലെയുള്ള ആളുകളെയൊക്കെയാണ് ചൂലെടുത്ത് നിങ്ങൾ അടിക്കേണ്ടത്. നമുക്ക് മൂക്കിന്റെ തുമ്പ് കാണിച്ച സ്ട്രൈക്ക് വരും, പുരികത്തിന്റെ സൈഡ് കാണിച്ച സ്ട്രൈക്ക് വരും. അങ്ങനെ കുറെ കോമാളിത്തരങ്ങള് നമ്മുടെ ഈ വളിരാജ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നല്ല ചൂട് പിടിച്ച് ചർച്ച നടക്കുകയാണ്. എന്താണ്? ചില സാമൂഹ്യ ദ്രോഹികള് അല്ലെങ്കിൽ സമൂഹത്തിന് വിപത്താകുന്ന ചില ആളുകള് കാട്ടിക്കൂട്ടുന്ന അഴിഞ്ഞാട്ടങ്ങൾ, അവരുടെ തോന്നിവാസങ്ങൾ നമുക്കൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഓഫ് കോഴ്സ് അതിൽ ഒരാളെ, അതായത് വോയിസ് റെക്കോർഡ് വിറ്റ് കാശുണ്ടാക്കി ജീവിക്കുന്ന ഒരു വൃത്തികെട്ടവന്റെ കാര്യം, അവന്റെ കുറിച്ച് ഞാൻ ഒരു വീഡിയോയും ചെയ്യാറില്ല, അവന്റെ പേര് പോലും എന്റെ ചാനലിൽ പറയാറില്ല. പക്ഷേ ഇന്ന് ഞാനത് പറയും, കാരണം എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അറിയുന്ന ആളാണ് നമ്മുടെ വിജയരാജ്. അവനെ കുറിച്ച് ഒരുപാട് വിശദീകരിച്ച് എൻ്റെ വീഡിയോയിൽ പറയാൻ മാത്രം ഒരു ക്വാളിറ്റി അവനില്ല. തെണ്ടിത്തരങ്ങളിൽ നിന്ന് തെണ്ടിത്തരങ്ങൾ മാത്രം കാണിക്കുന്ന ഒരു വൃത്തികെട്ടവൻ. അതിൽ കവിഞ്ഞ് വേറെ ഒരു വിശേഷണം നമുക്ക് അവന് കൊടുക്കണ്ട. ആ ആനപ്പിണ്ടത്തിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. മറ്റൊരാളുണ്ട്, അതായത് നമ്മൾ പറയത്തില്ലേ ഈനാമ്പേച്ചിക്ക് കൂട്ട് മരപ്പട്ടി എന്ന് പറഞ്ഞ പോലെ, അതെ നമ്മുടെ വിവി അണ്ണന്റെ കാര്യമാണ് നമ്മൾ കാര്യമായി ഇന്ന് പറയാൻ പോകുന്നത്. ഈ നാരയെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ചാനലിൽ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യണം കേട്ടോ. വിവി എന്ന് പറയുന്നവനെ സോഷ്യൽ മീഡിയയിൽ രണ്ടുപേര് അവന്റെ വീഡിയോ ശ്രദ്ധിച്ചു തുടങ്ങിയത് തന്നെ ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6 വന്നതിന് ശേഷമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് മലയാളം ബിഗ് ബോസ് സീസൺ 6 ഒരു വ്യക്തിയെ വിറ്റ് ഇവൻ അവന്റെ ചാനൽ വളർത്തിയതെന്ന്. അപ്പൊ അത് കുറെ ആളുകൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ എനിക്കൊക്കെ ഈ വൃത്തികെട്ടവനെ കുറെ നാളുകളായിട്ട് അറിയാം. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളൊന്നും ഇവനെ ശ്രദ്ധിക്കാനോ ഇവനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും പോയിട്ടില്ലെങ്കിലും ഇവനൊരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച്, സോഷ്യലി റെലവൻ്റ് ആയ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്, അതിൽ നമുക്ക് ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ ഇവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അവരെ പോയി പിടിച്ചിട്ട് പിന്നീട് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്കെതിരെ തിരിച്ച് നമ്മുടെ ചാനലിന് പണി തരാൻ വേണ്ടി, ഇതാണ് ഇവന്റെ മുഖ്യമായിട്ടുള്ള വരുമാന മാർഗം. അതായത് ഓരോരുത്തരുടെ ചാനലിന് സ്ട്രൈക്ക് കൊടുക്കുക, അതിൽ നിന്ന് കിട്ടുന്ന എത്രയാണെങ്കിലും 1000 2000 അത് അവിടെ നിന്ന് അങ്ങ് തുടങ്ങിയിട്ട് 25,000 50,000 അങ്ങനെ അങ്ങോട്ട് പോകും. മെയിൻലി ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ് ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളെയൊക്കെ നമ്മൾ ഇത്രമാത്രം ആക്രമിക്കാൻ വേണ്ടി, ആക്രമണം എന്ന് പറയുമ്പോൾ ഞാനത് വിശദീകരിച്ച് പറയുന്നുണ്ട് കേട്ടോ, വീഡിയോ കുറച്ച് ലോങ് ആകും, പക്ഷെ നിങ്ങളെല്ലാവരും കേൾക്കണം. ഇതുപോലെയുള്ള ആളുകളെയൊക്കെയാണ് ചൂലെടുത്ത് നിങ്ങൾ അടിക്കേണ്ടത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കൃത്യമായിട്ട് കേൾക്കാം. ഇവൻ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ നല്ല വ്യക്തിയുടെ ആളെ സംബന്ധിക്കുന്ന വീഡിയോ ഇടുന്ന ആളുകളെയാണ് ഇവൻ മെയിൻ ആയിട്ട് അറ്റാക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിന്റെ പുറകിൽ ഇവൻ മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, ഇതിന് പിന്നിലെ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. കൃത്യമായി പറയാന്നുണ്ടെങ്കിൽ അവരെ കുറിച്ചൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ കൃത്യമായി സംസാരിക്കുന്നുണ്ട്. നമ്മൾ കൂടുതൽ ഇതിനെതിരെയുള്ള തെളിവുകളും കാര്യങ്ങളും പുറത്തേക്ക് വിട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് വരുവാണ്. കാരണം ഇപ്പോഴാണ് ഇത് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഏറ്റെടുത്തത്. ഇവനെ പോലെയുള്ള ആളുകളെ എങ്ങനെ ജനങ്ങൾ കൈകാര്യം ചെയ്യണം, അതായത് ഇവരൊക്കെ ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾ ജനങ്ങൾ വിളിച്ചു പറഞ്ഞ് അങ്ങനെ മാത്രമേ നമുക്ക് ഇവനെയൊക്കെ നിലക്കി നിർത്താൻ കഴിയത്തുള്ളൂ. അപ്പൊ ഡോക്ടർ റോബിനെ കുറിച്ച് ഏത് ചാനല് എന്ത് വിഷയം സംസാരിച്ചാലും അവർക്ക് സ്ട്രൈക്ക് തന്നു തന്നെ ഇരിക്കും. അതിനുള്ള തെളിവുകളാണ് ഞാൻ പറയുന്ന ചാനലുകൾ. ലെറ്റ്സ് ചാറ്റ് ബ്രോ, പവർ ബ്രോ, അങ്ങനെ തുടങ്ങി കുറേയധികം ചാനലുകൾ. ഷഫീന ബീവി നിങ്ങൾക്കറിയാം, വളരെ വലിയൊരു ചാനലായിരുന്നു. അപ്പൊ ഈ 3 ചാനലും വളരെ വലിയ ചാനലുകളായിരുന്നു. ഇതിന് പുറമെ വേറെ പല ചാനലുകളും ഈവൻ സ്ട്രൈക്ക് കൊടുത്ത ലിസ്റ്റിലുണ്ട്. ഞാനിപ്പോ എല്ലാവരും ലിസ്റ്റ് ചെയ്തു പറയില്ല എന്നുള്ളൂ. ആര് ഡോക്ടർ റോബിനെ കുറിച്ച് എന്ത് നല്ല കാര്യം പറഞ്ഞാലും ഇവന് പിടിക്കില്ല. ഇവൻ അവിടെ സ്ട്രൈക്ക് തന്നിരിക്കും. അതിനുവേണ്ടി ഇവന്റെ പുറകില് ഇവന് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല നാറികളുണ്ട്. ഇപ്പൊ പലരും ഇവനെതിരെ വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള ആളുകളാണ്. അതിനുള്ള തെളിവുകളും വോയിസും കാര്യങ്ങളും ഇവന്മാര് പറഞ്ഞത് തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത്രയ്ക്കും മോശമായ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്ത് ഒരു വ്യക്തിയെ വളരാൻ അനുവദിക്കാതെ, ഇപ്പൊ ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തി ഇവനൊക്കെതിരെ എന്ത് ചെയ്തിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത്? ഇന്ത്യയൊക്കെ ചാനലിന് സ്ട്രൈക്ക് തരാൻ പഠിച്ച പണി 18 ഈ മോനൊക്കെ നോക്കിയിട്ടുണ്ട്. തരുമെന്ന് പറഞ്ഞിട്ട് വരെയുണ്ട്. വളരെ ലൈവുകളിലും വീഡിയോസിലൊക്കെ ഇവന്മാർ വന്നു പറയാറുണ്ട്. നടന്നില്ല. കാരണം
ഓൾറെഡി സ്ട്രൈക്ക് കിട്ടി, നമ്മളതൊക്കെ നന്നായി അത്യാവശ്യത്തിലധികം കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂക്കിന്റെ തുമ്പ് കാണിച്ച സ്ട്രൈക്ക് വരും, പുരികത്തിന്റെ സൈഡ് കാണിച്ച സ്ട്രൈക്ക് വരും. അങ്ങനെ കുറെ കോമാളിത്തരങ്ങൾ നമ്മുടെ ഈ വളിരാജ് എന്ന് പറയുന്ന വ്യക്തി പല ലൈവുകളിൽ വന്ന് ഗീർവാണങ്ങൾ അലക്കി വിടാനുണ്ട്. ഈ വളിരാജ് ഓൺലി വായ തുറക്കുന്നത് കള്ളത്തരം പറയാനും തോന്നിവാസം പറയാനും മറ്റുള്ളവരെ കുറിച്ച് വൃത്തികേട് പറയാനും വേണ്ടി മാത്രമാണ്. ഞാൻ ചില സമയത്ത് വിചാരിക്കും ഇവന് വേറെ ഒരു പണിയില്ല, ഇങ്ങനെ കുത്തിയിരുന്ന് ഇല്ലാത്ത കാര്യങ്ങൾ ഒരു മനുഷ്യനെ കുറിച്ച് പടച്ചു വിടാനായിട്ട്. ഇവനെ പോലെ നമ്മൾ പറയും മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം, നമ്മൾ പറയാൻ കൊള്ളിക്കും, നമ്മൾ ഇവനെ കുറിച്ചൊക്കെയാണ് അങ്ങനെ പറയാന്ന് തോന്നും. അത്രയും മോശമായ കാര്യങ്ങളാണ് ഇവന്റെ വായനൊക്കെ വരാം. ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് ഇല്ലാത്ത ഒരു കാര്യം ഞാൻ പറയില്ല. കാരണം ഈ വൃത്തികെട്ടവന്മാരൊക്കെ ചില ഉണ്ണികളൊക്കെ ഇന്നലെ വീഡിയോ ഇട്ട് വിജിരാജിനെതിരെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വിജിരാജിനെയൊക്കെ കെട്ടിപ്പിടിച്ച് കുത്തിയിരുന്ന് നമ്മളെ കുറിച്ചൊക്കെ എത്രമാത്രം വൃത്തികേട് ഇവനൊക്കെ സോഷ്യൽ മീഡിയയിൽ ലൈവ് ഇട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? അതെല്ലാം തെളിവുള്ളതിന്റെ പേരിൽ, നമ്മുടെ കയ്യില് തെളിവുകൾ ഇരിക്കുന്നതിന്റെ പേരിൽ തന്നെയാണ് സംസാരിക്കുന്നത്. വലിയ മാന്യനായ ഉണ്ണിയൊക്കെ ആയിട്ട് കുറെ ആളുകൾ ഇപ്പൊ അഭിനയിക്കുന്നുണ്ട്. പല അപരാധന്മാരും ഈ സോഷ്യൽ മീഡിയയില് തന്റെ ചാനൽ നിലനിർത്താൻ വേണ്ടി ഇപ്പൊ എന്തുണ്ടായി, വളിരാജ് ഔട്ടായി ആ ടീമിൽ നിന്ന്, ബാക്കി എല്ലാവരും പുണ്യാളന്മാരായി. അങ്ങനെയുള്ള പുണ്യാളന്മാരൊക്കെ നടത്തിയ ഗ്രൂപ്പ് ചർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ആ കളിയൊന്നും ആ നുണയൊന്നും കൊണ്ട് ഇങ്ങോട്ട് ഇറക്കണ്ട. അയ്യോ വോയിസ് റെക്കോർഡ് ചെയ്യുന്നവർക്ക് ഞാൻ എതിരാണ്, മറ്റുള്ളവരെ കുറിച്ച് അങ്ങനെ ചെയ്യുന്ന ഞാൻ എതിരാണ്, ഇവന്മാര് പറഞ്ഞതൊക്കെ കൃത്യമായി കേട്ടിട്ടുള്ള ഒരു വ്യക്തി അതിന്റെ പേരിൽ ഇതൊക്കെ എനിക്ക് ധൈര്യസമേതം ഇവിടെ ഒന്നും പറയുന്ന ഒരു പ്രശ്നമില്ല. ഡോക്ടർ റോബിനെയും ഡോക്ടർ റോബിന്റെ ഫാമിലിയെയും എന്തുമാത്രമാണ് ഈ വിധിയും കൂട്ടരും ഉപദ്രവിച്ചത് അത് നമുക്ക് പറയാന്നുണ്ടെങ്കിലോ. ഇപ്പൊ ഞാനൊക്കെ ഡോക്ടർ റോബിന് കട്ട സപ്പോർട്ടായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഉപദ്രവം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോകൾ, ഒരുപാട് ലൈവ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ആ മനുഷ്യൻ അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട്. ഒരു ഷോയിൽ പോയി ജനങ്ങൾ ഏറ്റെടുത്തൊരു വ്യക്തി, അതാണ് ആള് ചെയ്ത കുറ്റം. മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന വിധത്തില് ഓരോ ദിവസവും ഡോക്ടർ റോബിൻ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാമാണ് ഇവന്മാരെ പോലെയുള്ള ആളുകൾക്ക്. നിങ്ങൾക്കറിയാം, ആദ്യം ഈ വിവിയൊക്കെ ഡോക്ടർ റോബിന്റെ ഒരു സപ്പോർട്ടറെ പോലെ അഭിനയിച്ച് ഡോക്ടർ റോബിന്റെ കൂടെ നിന്നതാണ്. നന്നായി പണി കൊടുത്ത് പിന്നീട് ഡോക്ടർ റോബിനെ കുറിച്ച് ഇതുപോലെയുള്ള അപവാദങ്ങളും കാര്യങ്ങളൊക്കെ ആയി. അതായത് ഡോക്ടർ റോബിന്റെ കൂടെ നിന്ന് തന്റെ കളികളൊന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോ നേരെ ഉൾട്ടടിച്ചു. പിന്നെ ഡോക്ടർക്ക് ഇട്ട് പണിയാൻ തുടങ്ങി. ചോദിക്കട്ടെ ഇവരോട്, ഇവന്മാരെ കുറിച്ച് ഇപ്പൊ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവന്മാരെ എന്നെ കുറിച്ച് വിമർശിക്കട്ടെ. ഈ ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തി ഇവന്മാരെ കുറിച്ചൊന്നും പറയാനോ അല്ലെങ്കിൽ ഇവരുടെ പിറകിക്കൂടെ നടന്ന് ഇവർക്കെതിരെ ഒരു കാര്യം പ്രവർത്തിക്കാനോ നിന്നിട്ടില്ല. എന്നിട്ടും ആ മനുഷ്യനെയും മനുഷ്യന്റെ ഫാമിലിയെയും എന്തുമാത്രം ദ്രോഹമാണ് ഇവർ ചെയ്തത്. ആ ഒരു അമ്മ, ഡോക്ടർ റോബിന്റെ അമ്മ എന്ന് പറഞ്ഞ വളരെ നല്ലൊരു സ്ത്രീയാണെന്ന് ഡോക്ടർ റോബിനെ അറിയുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം. ആ അമ്മയെയും അച്ഛനെയും അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെയും എന്തുമാത്രം കാര്യങ്ങളും പറഞ്ഞാണ് ഇവര് ഡെയിലി ബേസിസിൽ, അതായത് ലൈവ് ഇടും, വീഡിയോ ഇടും, അതിനുശേഷം ഓരോ വോയിസുകൾ, ക്രിയേറ്റ് ചെയ്ത വോയിസുകൾ, എല്ലാ വോയിസുകളും നിങ്ങൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എഡിറ്റഡ് വേർഷൻസ് കൊണ്ടുവരും. പല കാര്യങ്ങളിൽ അവിടെ നിന്ന് ഒരു കട്ട്, ഇവിടെ നിന്ന് ഒരു കട്ട്, ഇതെല്ലാം ചതിയിലൂടെ ഉണ്ടാക്കിയെടുത്ത വോയിസ് റെക്കോർഡാണ്. ഇത് പറഞ്ഞ് ഒരു മനുഷ്യനെ ചങ്ങലക്കിടുന്നത് പോലെ ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തി അത്രമാത്രം ഈ സാമൂഹ്യ ദ്രോഹികള് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് എൻ്റെ കയ്യിൽ പൂർണ്ണമായി തെളിവുണ്ട്. അത്രമാത്രം ദ്രോഹമാണ് ആ ഫാമിലിയോട് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിനെതിരെ പ്രതികരിച്ച് ഡോക്ടറുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. എത്ര ലൈവുകൾ ഈ വിജിരാജ് ഇട്ടിട്ടുണ്ടെന്ന് അറിയോ? അതിന് വിജിരാജിന്റെ കൂടെ ഇരുന്ന് നമ്മളെ തെറി വിളിച്ച പല തന്തയ്ക്ക് പറഞ്ഞ മക്കളും ഇവിടെയുണ്ട്. എന്നിട്ടാണ് ഇപ്പൊ വലിയ പുണ്യാളന്റെ വേഷം ധരിക്കുന്നത്. അപ്പോ ഇതാണ് ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥ. അതായത് നമ്മൾ ആരെങ്കിലും ഇതുപോലെയുള്ള ആളുകളുടെ തെണ്ടിത്തരങ്ങളെ വിളിച്ചു പറഞ്ഞാൽ പിന്നെ നമുക്കില്ലാത്ത പഴിയില്ല. ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തി ഇവർക്കെതിരെ ഒന്നും പ്രതികരിക്കാറില്ല. കാരണം പട്ടികളെ അവിടെ കിടന്ന് കുറയ്ക്കട്ടെ എന്ന് മാത്രമേ ഡോക്ടർ ചിന്തിക്കാറുള്ളൂ. കാരണം കുറയ്ക്കുന്നവർ കുറയ്ക്കും, അവരുടെ വായ അടയ്ക്കുമ്പോൾ അവർ നിർത്തും, അങ്ങനെ. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ റോബിൻ വന്നിരിക്കുവാണ്. കാരണം ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന
പറയുന്ന വ്യക്തി വെറും ഒരു പോസ്റ്റ് ഇട്ടുള്ളൂ. നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയയിൽ അത് ഇത്രയും വലിയൊരു ചർച്ചയായെങ്കിൽ യുവമാരെ കുറിച്ചൊക്കെ ഡോക്ടർ സംസാരിക്കാൻ തുടങ്ങിയ അല്ലെങ്കിൽ ഇവർക്കെതിരെയുള്ള തെളിവുകളൊക്കെ ഡോക്ടർ കൊണ്ടിടാൻ തുടങ്ങിയ പിന്നെ യുവമാർക്ക് പറയാം വിവി ഇവിടുന്ന് മുങ്ങിയിട്ട് കുറച്ച് ദിവസമായി വരട്ടെ മറുപടി ആയിട്ട്. അപ്പൊ ബാക്കി മറുപടിയുമായിട്ട് ഞാൻ തന്നെ വന്നിരിക്കും. വീഡിയോ കുറച്ച് നീണ്ടുപോയിട്ടുണ്ട്. ഇനി കുറച്ചധികം വീഡിയോകൾ വളരെ വിശദമായി തന്നെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വരുന്നതായിരിക്കും. ലൈക്കും കമന്റ്സ് ഒന്നും ആരും മറക്കണ്ട. ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി തിരിച്ചു വന്നിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ.